ഇപ്പോൾ ടെക്നോളജി ഇൻഡസ്ട്രിയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ന്യൂസ് എന്ന് പറയുന്നത് OnePlus ഫ്രീ ആയിട്ട് ഗ്രീൻ ലൈൻ വീഴുന്ന ഡിസ്പ്ലേക്ക് റീപ്ലേസ്മെന്റ് കൊടുക്കുന്നുണ്ട്, അതും ലൈഫ് ടൈം ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ന്യൂസ് എന്ന് പറയുന്നത് വളരെ ഫേമസ് ആണ്. ഇഷ്ടം പോലെ ആൾക്കാർ വീഡിയോ ചെയ്തിട്ടുണ്ട്, പല മലയാള യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്തിട്ടുണ്ട്, ഷോർട്ട് വീഡിയോ ആയിട്ട് പല യൂട്യൂബേഴ്സിനെയും കണ്ടിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കാൻ പോകുന്നത് ഇതിന്റെ മെയിൻ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം ആണ്. അപ്പോൾ എനിക്ക് ഇന്ന് പറയാനുള്ളത് ഈ ഒരു സംഭവം അടിപൊളി തന്നെയാണ്. ലൈഫ് ടൈം ആയിട്ട് ഒരു വാറന്റി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഡിസ്പ്ലേയിൽ ഗ്രീൻ ലൈൻസ് വരെയാണെങ്കിൽ നമുക്ക് സ്ക്രീൻ റീപ്ലേസ് ചെയ്ത് തരുന്നത് അടിപൊളി പോളിസി തന്നെയാണ്. എന്നാൽ ഇതിന്റെ മെയിൻ പ്രോബ്ലം നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ OnePlus ഡിവൈസ് ഒന്നാമത്തെ പ്രോബ്ലം വേറെ ഒന്നുമല്ല, നമ്മുടെ OnePlus ഡിവൈസ് നമ്മുടെ കയ്യിൽ നിന്ന് തറയിൽ പോവുകയാണ്. ഡിസ്പ്ലേക്ക് ഒരു കുഴപ്പമില്ല, എന്നാൽ ബാക്ക് പാനലിന് ക്രാക്ക് ഉണ്ട്. അതുപോലെ എന്തെങ്കിലും ബോഡി ഡാമേജ് വല്ലതും ഉണ്ടെങ്കിൽ അവർ വാറന്റി തരത്തില്ല. ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള ഡാമേജ് ആയിരിക്കാം, എന്നാൽ ഡിസ്പ്ലേ അഫക്ട് ചെയ്യുന്ന രീതിയിലും ആയിരിക്കത്തില്ല. അവർ പറയും ഈ ഒരു പ്രോബ്ലം കാരണമാണ് ഡിസ്പ്ലേ കംപ്ലൈന്റ് ആവുന്നത്, അല്ലാതെ ഡിസ്പ്ലേ ഇഷ്യൂ അല്ല, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് അല്ല എന്നൊക്കെ പറഞ്ഞ് മാറ്റിക്കളയാനുള്ള ചാൻസസ് ഹൈ ആണ്. ഇത് മാറ്റിക്കളഞ്ഞിട്ടുമുണ്ട്. പല യൂസേഴ്സിനോട് നമ്മൾ സംസാരിച്ചപ്പോൾ അവരും പറയുന്നത് പാനലെ ക്രാക്കായെന്നും പറഞ്ഞ് റീപ്ലേസ്മെന്റ് കൊടുത്തില്ല, അതുപോലത്തെ പല ഇഷ്യൂസും പറയുന്നുണ്ടായിരുന്നു. അത് ഇപ്പോഴും കാണും. നമ്മളിപ്പോൾ എത്ര എക്സ്റ്റെൻഡ് ചെയ്തെന്ന് പറഞ്ഞാലും നമ്മുടെ ഫോണിന് എന്തെങ്കിലും ഫിസിക്കൽ ഡാമേജ് ഉണ്ട്, ഡിസ്പ്ലേ അല്ലാതെ വേറെ എന്തെങ്കിലും ഫിസിക്കൽ ഡാമേജ് ഉണ്ടെങ്കിൽ അവർ റീപ്ലേസ് ചെയ്ത് തരത്തില്ല. രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് OnePlusന്റെ സ്പെയർ ഇല്ല. സ്പെയർ ഡിസ്പ്ലേസ് അവൈലബിൾ അല്ല. കുറച്ച് സെലക്ടഡ് മോഡൽസിനാണ് അവൈലബിൾ അല്ലാത്തത്. ആ ഒരു മോഡൽസിന്റെ ഒക്കെ പേര് ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ മോഡൽസിനൊന്നും OnePlusന്റെ കയ്യിൽ ഡിസ്പ്ലേ ഇല്ല. അപ്പോൾ ഡിസ്പ്ലേ ഇല്ലാത്തതുകൊണ്ട് OnePlus ഓഫേഴ്സ് കൊടുക്കുന്നുണ്ട്. ഒരു 24,000 റുപ്പീസ് 20,000 റുപ്പീസിന്റെ ഒക്കെ നമ്മളിപ്പോൾ OnePlus ഡിവൈസ് ആണ് മേടിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൽ നമുക്ക് 20,000 റുപ്പീസ് ഒക്കെ ഓഫർ തരുന്നുണ്ട്. എന്നാൽ ഇതിന്റെ ഒരു മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് മിക്ക ആൾക്കാർക്കും ഫിനാൻഷ്യലി ഇങ്ങനെ ഫോൺ പെട്ടെന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. പലരും ഇപ്പോൾ ഒരു സ്മാർട്ട് ഫോൺ മേടിക്കുന്നത് 3 വർഷമോ 4 വർഷമോ ഒക്കെ യൂസ് ചെയ്യാനാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഫോൺ മേടിച്ച് 1 വർഷം ആകുമ്പോൾ ഇങ്ങനെ ഒരു ഇഷ്യൂ വരികയാണെങ്കിൽ അത് എന്ത് ചെയ്യും? ഇത്രയും പെട്ടെന്ന് റീപ്ലേസ് ചെയ്യാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എനിക്കൊട്ടും താല്പര്യമില്ല ഈ ഒരു പോളിസിയോട്. ഇപ്പോൾ സ്പെയർ ഇല്ലെങ്കിൽ ഒരു സ്പെയർ മാനുഫാക്ചർ ചെയ്യുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ ഇതുപോലത്തെ പോളിസീസ് ഇറക്കുകയാണെങ്കിൽ ഇത് വളരെ എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റത്തില്ല. പലരും ഈ ഒരു OnePlusന്റെ ഇഷ്യൂ കാരണം വേറെ ഡിവൈസിലോട്ട് സ്വിച്ച് ആവുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഐഫോൺസിലോട്ടോ അല്ലെങ്കിൽ സാംസങ്ങിന്റെ ഡിവൈസിലോട്ടോ ഒക്കെ മാറുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ഓഫർ ക്ലെയിം ചെയ്യാനേ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് OnePlusന്റെ ഒരു ട്രിക്കായിട്ട് നമുക്ക് പറയാൻ പറ്റും. കാരണം ഈ 11ഉം 11R വലിയ സെയിൽസ് ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇനി ഇഷ്ടം പോലെ സ്റ്റോക്ക് അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ അവരും വിചാരിച്ചു ഇങ്ങനെ ഒരു സംഭവം കൊടുക്കുകയാണെങ്കിൽ കുറേ സ്റ്റോക്ക് ഇങ്ങനെ സെയിലായി കിട്ടും. അങ്ങനെ ഒരു പരിപാടിയാണ് ഇവർ ചെയ്യുന്നത്. എനിക്ക് അതിനോട് ഒട്ടും താല്പര്യമില്ല. പിന്നെ ഈ ഒരു ഫിസിക്കൽ ഡാമേജിന്റെ കാര്യം കൂടെ കൺഫേം ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ലതാണ്. ഈ ഒരു പോളിസിയും സംഭവമൊക്കെ കൊള്ളാം, എന്നിരുന്നാൽ ആ ഫിസിക്കൽ ഡാമേജ് ഉണ്ടെങ്കിൽ സ്ക്രീൻ റീപ്ലേസ് ചെയ്ത് കൊടുക്കാത്തത് വളരെ ഒരു മോശപ്പെട്ട കാര്യമാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു കാര്യം ഞാൻ പറയാം. ഈ പഴയ ഡിവൈസുകൾക്കാണ് ഈ മെയിൻ ഇഷ്യൂ വരുന്നത്. ഇപ്പോൾ OnePlusന്റെ അല്ല, വേറെ ഏത് ബ്രാൻഡിനാണെങ്കിലും ഇപ്പോൾ OnePlus എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. കാരണം OnePlusനെ പറ്റിയല്ലേ സംസാരിക്കുന്ന. ഈ OnePlusന്റെ ഡിവൈസ് എടുത്ത് നോക്കുകയാണെങ്കിൽ OnePlusന്റെ 11ഉം 11R വലിയ ഇഷ്യൂ കണ്ടിട്ടില്ല. എന്നാൽ പഴയ മോഡൽസിന് 9, 8, 7 അതുപോലത്തെ ഡിവൈസുകൾക്ക് ഗ്രീൻ ലൈൻ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഇതിന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഓൾഡർ മോഡൽസിനെ ഗ്രീൻ ലൈൻ വച്ച് നമുക്ക് ഇങ്ങനെ മാറ്റാൻ വേണ്ടിയുള്ള പരിപാടിയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് താഴെ കമന്റിൽ അറിയിക്കാം. എന്നിരുന്നാലും അതിന്റെ വേറൊരു സൈഡ് നോക്കുകയാണെങ്കിൽ ഈ ഡിസ്പ്ലേയിൽ ഗ്രീൻ ലൈൻ വീഴുന്ന ഇഷ്യൂ കാരണം OnePlusന്റെ ബ്രാൻഡ് ഇമേജ് തകർന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരാനും ചാൻസ് ഇല്ല. നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും താഴെ കമന്റിൽ അറിയിക്കാം. എനിക്ക് പേഴ്സണലി ഈ 2 കാരണങ്ങൾ കാരണം ഈ ഒരു പോളിസിയോട് വലിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല. ഈ ടെക്നോളജി വേൾഡിൽ കിടന്ന് ഈ ഒരു ന്യൂസ് ഭയങ്കരമായിട്ട് ഹിറ്റ് ആവുന്നുണ്ട്. നല്ല വ്യൂസ് പല യൂട്യൂബേഴ്സിനും കിട്ടുന്നുണ്ട്. അപ്പോൾ അവരൊന്നും പറയാത്ത 2 പോയിന്റാണ് ഞാൻ അവിടെ മെൻഷൻ ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് താഴെ കമന്റിലൂടെ അറിയിക്കാം. ദിസ് ഈസ് ഫോർമോസ്. അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.